ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കുൽസുമാസ് വേൾഡ്. അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ട്രാവൽ വ്ലോഗാണ്. അപ്പോൾ കുറച്ചായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല. മോൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയ കാരണം അപ്പോൾ അവളുടെ കൂടെ ഇരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസിനൊന്നും ടൈം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കുറേ ആയിട്ട് ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ കിടന്ന് കളിക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ്. ഷാർജയിലുള്ള തന്നെ ഒരു അല്ലയ്യ കനാലിലേക്ക്. അപ്പോൾ ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ നല്ല റിവ്യൂ കണ്ടപ്പോൾ കുറേ ആയി അങ്ങോട്ടേക്ക് പോകണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ പോകൽ നടക്കുന്നില്ല. അപ്പോൾ ഒരു വീക്കെൻഡിൽ ടൈം കിട്ടിയപ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ ബീച്ചിന്റെ ഒക്കെ ഒരു ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും റിവ്യൂ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നാട് ഒരുപാട് മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് പോയാലോന്ന് കുറെ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ പോയാലോ എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളൊരു സൺസെറ്റിന്റെ നേരത്തെ അവിടെ എത്താന്നുള്ളൊരു പ്ലാനിലാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച ടൈമിൽ എത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച ടൈമിൽ തന്നെ എത്തി. നമ്മുടെ റൂമിന്റെ അവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ലെങ്കിലും ട്രാഫിക് ഉള്ളതുകൊണ്ട് ഒരുപാട് നേരം വണ്ടി ഇരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ എത്തി. അപ്പോഴാണ് കുൽസുമാക്ക് ഫോട്ടോ എടുക്കണം പറഞ്ഞ് അങ്ങനെ അവൾ ബാപ്പിയും കൂടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുത്ത്, അത് കഴിഞ്ഞ് അവളുടെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞിട്ട് അവൾ നല്ല പോസിങ് ആയിരുന്നു. നമ്മൾ പറഞ്ഞാലൊന്നും അവൾ അങ്ങനെ പോസ് ചെയ്ത് തരില്ല. പക്ഷെ എന്താ പറയാ, അവളുടെ ഇഷ്ടത്തിന് അവൾ നന്നായി പോസ് ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് എത്തിപ്പെട്ട സ്ഥലം ഇതാണ്. ഇവിടെ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ. കണ്ട കുൽസുമാന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെപ്പ് കയറാൻ പോകുമ്പോൾ ഇവിടെ കുറച്ച് കപ്പിൾസിന് ഫോട്ടോസ് എടുത്തിരുന്നു. അങ്ങനെ കപ്പിൾ ഫോട്ടോസിനും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ പ്ലേസ് ആണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി മേലെ പോയിക്കുമ്പോൾ സൺസെറ്റ് കാണാന്ന് വെച്ച് മേലെ പോയി. അങ്ങനെ നോക്കുമ്പോൾ റിവ്യൂവിൽ കണ്ട പോലത്തെ പ്ലേസ് ഒന്നും അല്ലായിരുന്നു ഞങ്ങൾ അവിടെ കണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ പെരുന്നാളിന്റെ ഇതുപോലെ മൂഞ്ചിന്ന് വിചാരിച്ചതാണ് ഞങ്ങള്. എന്നിട്ട് ഞങ്ങള് തിരിച്ചു പോവാന്നുള്ളൊരു പ്ലാൻ ആയപ്പോൾ പറഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് വീഡിയോസ്, എന്റെയും കുൽസുമാന്റെയും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും കൂടി കറങ്ങാം, എന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം, ഏതായാലും വന്നതല്ലേന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചു പോകാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ കുൽസുമാക്ക് വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആള് നല്ല ഓടിക്കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി അവിടെ നടന്നപ്പോഴാണ് ഈ ഒരു ഇത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടി അവിടെ നടന്നപ്പോൾ അവരിങ്ങനെ ഷാർജയുടെ മൊത്തത്തിലുള്ള പിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത്, അവിടെ ഫ്ലാഗ് കണ്ടപ്പോൾ അവൾക്ക് ഈ സാമിലാജിയുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞ് അങ്ങനെ എടുത്ത ഫോട്ടോസാണിത്. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി നടന്ന് പോയപ്പോഴാണ് ഈ ഒരു പ്ലേസ് കണ്ടത്. ഈ പ്ലേസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വീഡിയോയിൽ കണ്ട പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ പറഞ്ഞ് പോയിരുന്നെങ്കിൽ ഇപ്പൊ ഇത് കാണാൻ പറ്റിയിരുന്നില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. ഈ വരുന്ന വഴിക്ക് ഒരുപാട് പേര് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം വരുന്നവരും ഉണ്ട് ഇവിടെ. ബീച്ച് കണ്ടപ്പോ കുൽസുമാക്ക് ബീച്ചിൽ ഇറങ്ങണം പറഞ്ഞിട്ട് ഭയങ്കര ഇത്. അങ്ങനെ ഇയാള് ഈ കമ്പിയൊക്കെ ചാടിക്കടക്കുന്ന കണ്ടപ്പോ അവളും അങ്ങനെ ചാടിക്കടന്നു. അങ്ങനെ ഞങ്ങളും ചാടിക്കടന്ന് അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ അവള് പറഞ്ഞു വായു അങ്ങോട്ടേക്ക് പോവാ പറഞ്ഞിട്ട് വെള്ളം കണ്ടപ്പോ ഭയങ്കര സന്തോഷം. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങണം പറഞ്ഞിട്ട് കുറെ പറഞ്ഞപ്പോ വെള്ളത്തിൽ ഇറങ്ങാൻ ഡ്രസ്സൊന്നും എടുക്കാത്ത കാരണം കുറച്ചിറങ്ങിയാൽ മതി ഫോട്ടോസ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. നാട്ടിലത്തെ അത്ര ആംബിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഒരു 10 out of 7 നമുക്ക് ഇതിന് കൊടുക്കാം, അത്രേ എനിക്ക് തോന്നിയുള്ളൂ.
അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ.